ഗൈസ്, ഞാൻ ഇന്ന് കുറച്ച് സ്വീറ്റ്സ് പരിചയപ്പെടുത്താൻ വന്നതാണ്. ഇത് കാശ്മീരിൽ ഫേമസ് സ്വീറ്റാണ് കാശ്മീരി ഫഡ്ജ്. ഇതെല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു പീസ് നമ്മളവിടെ നിന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ അവിടെ യുദ്ധം പ്രശ്നം ഒക്കെ ആയതുകൊണ്ട് സോൾജേഴ്സൊക്കെ അവിടെ വെക്കണ ആകെ പ്രശ്നം. അപ്പോൾ അവിടെ നിന്ന് ഒരു പീസ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഈ അവസ്ഥയായി ഗൈസ്. എന്നാലും ചീത്തയൊന്നും ആയിട്ടില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കണം. ഇത് വാൾനട്ടൊക്കെ പൊടിച്ച് ഉണ്ടാക്കിയതാണ്, കണ്ടോ, നല്ല സൂപ്പറായിട്ടാണ്. പിന്നെ അടുത്തത് ഇത് ആഗ്ര പേട. ആഗ്ര പേടയിൽ കുറച്ച് സ്വീറ്റ്സ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വാങ്ങിച്ചതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ തേൻ പോലെ ഇരിക്കുന്ന കുറച്ച് മിഠായിയാണ്. ഇതുവിടെ കോക്കനട്ടിൻ്റെയാണ്, വൈറ്റ് യെല്ലോ ബോൾ പോലത്തെ ഉള്ളത്, റെഡ് യെല്ലോ ഗ്രീൻ അങ്ങനെ കുറച്ച് ഷേപ്പ്. ഇത് പാൻ്റെ ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഇതെല്ലാവരും വാങ്ങിക്കണം കേട്ടോ. ഇവിടെ കിട്ടില്ല, ബാക്കിയൊക്കെ ഇവിടെ കിട്ടുന്ന ടൈപ്പ് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് ഇവിടെ കിട്ടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യും. ആ പാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. മറ്റേ വെറ്റിലൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ സ്വീറ്റൊക്കെ വെച്ച് കഴിക്കുന്നവർക്ക് അതറിയാൻ പറ്റും, ആ ഒരു ടേസ്റ്റും ഫീലൊക്കെ. ഇത് പാലാസ് റോഡ് കൊച്ചിയിൽ ശരിക്കും, അതായത് പാൻ വെച്ച് നമ്മുടെ വെറ്റില വെച്ച് അതിൽ സ്വീറ്റ്സ് വെച്ച് ഫില്ല് ചെയ്യണതുണ്ട്. അപ്പോൾ എനിക്കിത് മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇത് 2-3 കൂടുതൽ വാങ്ങിച്ചു. പിന്നെ ബാക്കിയുള്ളതൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല, എങ്കിലും ഒരു മധുരം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഷുഗർ ഉള്ളവർക്കൊന്നും കഴിച്ചുകൂടാ. പിന്നെ അവിടെയും പ്രശ്നങ്ങളായിരുന്നു. ഇതിൻ്റെയൊക്കെ ബാക്കി പ്രശ്നങ്ങൾ അവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോൾജേഴ്സൊക്കെ നമ്മളെ അങ്ങോട്ട് പുറത്തിറക്കാനോ ഒന്നിനും പറ്റാത്ത സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിപ്പോയി. അപ്പോൾ ഗൈസ്, ഇത്രയും പരിചയപ്പെടുത്താനാണ് വന്നത്. നിങ്ങളും ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഇത് വാങ്ങിക്കുക. ബായ്. പിന്നെ എല്ലാം കൊണ്ടും നമ്മളെ അള്ളാഹ് രക്ഷിച്ചു. പഠിച്ചവന് ഒരുപാട് ശുക്ർ ചെയ്യുന്നു. കാരണം അത്രയും ഒരു ഭീകരാന്തരീക്ഷത്തിൽ നിന്ന് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ട് പോകുന്നതാണ്. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു എന്താ പറയുക, അതൊക്കെ ഇനി ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അത്രയും ഞങ്ങൾ അനുഭവിച്ചു. ആ ഒരു അനുഭവം നമുക്കത് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും സ്വീറ്റ്സ് കണ്ടല്ലോ. ഓക്കെ, ബൈ.